നാളെ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതിൻ്റെ സൗണ്ട് എന്താണല്ലേ, കിരികിരാ നല്ല സൗണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നവർക്ക് 1-2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരും വരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ എണ്ണ മാങ്ങ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന എണ്ണ മാങ്ങ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ തിരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ ഉള്ള സമയമാണ്. മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മാങ്ങ കിട്ടാത്ത സമയത്ത് ഇത് കേടുകൂടാതെ തന്നെ ഇതുപോലെ ഇരിക്കും. കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതൊന്ന് കാണാം. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ടൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് നമ്മളെ മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിലോ ഗൾഫിലൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുത്തു വിട്ടാൽ അവർ തിരിച്ചു വരുന്നിടം വരെയും ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മാങ്ങയുടെ വെള്ളത്തിൻ്റെ ഈർപ്പങ്ങളെല്ലാം ഇതിൽ നിന്ന് പോകണം. അത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മാങ്ങ ഇതുപോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഈ പരുവത്തിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടിയുള്ളത്. ഇനി ആ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ തീ ഓഫ് ചെയ്തിട്ട് ചെറിയൊരു ചൂട് ആ എണ്ണയ്ക്കിലുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത് ഇതുപോലൊന്ന് ആ മൂപ്പ് മതി നമുക്ക്. തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഇട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഈ ചെറിയ ചൂടിനകത്ത് വേണം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് ആ ചൂട് മതി. നേരത്തെ നമ്മൾ മാങ്ങ വറുത്തപ്പം അതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് ഈ അരപ്പിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മുടെ പരുവം നോക്കിയൊക്കെ ഉപ്പിട്ട് കൊടുക്കണം. പുളി കൂടുതലുള്ള മാങ്ങയ്ക്ക് ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ടിട്ട് തട്ടിയിട്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതിൻ്റെ സൗണ്ട് എന്താണല്ലേ, കിരികിരാ നല്ല സൗണ്ടല്ലേ, നല്ല ഡ്രൈ ആയിരിക്കുക. ഇതിനകത്ത് ഇനി നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ മതി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.